ഈയിടെ പത്രത്തിലൊക്കെ വന്നത് ഒരു പള്ളിയിൽ ഉസ്താദിനെ MDMA-യുമായി പിടിച്ചു എന്നാണ്. അയാൾക്കെതിരെ ഭയങ്കരമായി സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളിലും ചർച്ച വന്നിരുന്നു. എനിക്ക് തോന്നിയത് സഹതാപാണ്. MDMA-നെ കുറിച്ച് കുറച്ച് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് സഹതാപം തോന്നി. ഒരൊറ്റ പ്രാവശ്യം ആ സാധനം മൂക്കിലൂടെ കയറിയാൽ അഡിക്റ്റ് ആകുമെന്നാണ് ശാസ്ത്രാഭിപ്രായം. ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി. അതിന് പ്രത്യേകിച്ച് സ്മെല്ലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ബേസിക്കൽ രൂപത്തിന് കളറും ഇല്ല, ടേസ്റ്റും ഇല്ല, സ്മെല്ലും ഇല്ല. എങ്ങനെ ഉള്ളിൽ കയറ്റാന്നർത്ഥം. 4-5 പഞ്ചസാരയേക്കാൾ ചെറിയ തരി കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അമർത്തി വെച്ചിട്ട് ടൂറിന് പോണ ബസ് കയറിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡി വിരിച്ചെന്ന് മിന്നാമിന്നി ലൈറ്റ് ഇട്ടിട്ടൊരു കളി വിറ്റങ്ങൾക്ക്. അതിൻ്റെ ഇടയിലൊന്നും കൂടെ ഒരതി മൂക്കിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ യാദൃച്ഛികമായിട്ട് മൂക്ക് തട്ടിയെന്നേ കുട്ടി വിചാരിക്കുള്ളൂ. പക്ഷേ 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് കുട്ടി വയലൻ്റ് ആവാൻ തുടങ്ങും, തല ചുമരിലിടിക്കും, ഭ്രാന്ത് പോലെ കാണും. ഈ സാധനം പിന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി തല ഇടിച്ചിട്ട് ചുമരിൽ ഇടിച്ച് തല പൊട്ടിക്കും. കൃത്യം ആ നേരം നോക്കി ആദ്യം തേച്ചെടുത്തോൻ വിളിക്കും, ഒന്ന് പുറത്തു പോകല്ലേന്ന് വെച്ചിട്ട്. പുറത്തു പോകണം, എനിക്ക് തല വരുത്തിട്ട് വയ്യാന്നറിയാം. അതിന് മാർഗമുണ്ടെന്നും പറഞ്ഞ് ഒരു വട്ടം കൂടിയും കൊടുക്കും. 2-3 ദിവസം സൗജന്യമായിട്ട് ഇത് കിട്ടുമ്പോഴേക്ക് ആ സാധനം ഇല്ലാതെ ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയില്ല കുട്ടിക്ക്, ആടിക്കൊണ്ടിരിക്കും. മാരകമായ മയക്കുമരുന്നുകളുടെ അഡിക്റ്റുകളായാൽ ഉമ്മ ദ്വേർന്നിട്ട് വല്യമ്മ ദ്വേർന്നിട്ട് രക്ഷപ്പെട്ടാലല്ലാതെ, ഓൻ്റെ പഴയ ഉസ്താദിനെ കണ്ടിട്ട് ദ്വേർക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പരാൾ ദ്വേർന്നിട്ട് രക്ഷപ്പെട്ടാതല്ലാതെ ഒരു മരുന്ന് കൊണ്ടും അവനെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല നിലവിൽ. എന്നാണ്ട് ഖത്തർക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാപ്പ, ഒന്ന് വരണ ഒരു 5 ദിവസത്തിനൊന്നും പറഞ്ഞുണ്ട്. എന്താ സംഗതി? മൂപ്പരുടെ 2 മക്കൾ അവിടുന്ന് MDMA-യുടെ അഡിക്റ്റുകളായി. ഇത്രേ മാഴതല്ലാ, 2 മക്കൾ എന്ന് വെച്ചാൽ അയാൾക്ക് 2 മക്കളെ നഷ്ടപ്പെട്ടു എന്നർത്ഥം. ഞാൻ അയാളോടുള്ള തർക്കത്തിലാണ്, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ടില്ല. കാര്യം ഞാൻ പോയതുകൊണ്ടോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോയതുകൊണ്ടോ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നിലവിൽ പഠിച്ചതനുസരിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് അയാളുടെ കാശൊക്കെ ചിലവാക്കിയിട്ട് പോണത്? ഇപ്പോൾ അവിടെ ലീവൊക്കെ വന്നത് കാരണം ടിക്കറ്റിനൊക്കെ ഭയങ്കര വിലയാണ്. അയാളുടെ ടിക്കറ്റും അയാളുടെ വിസ ചെലവും പിന്നെ എന്നെ 4 ദിവസം അവിടെ പോറ്റാനുള്ള ചോറിൻ്റെയും കഞ്ഞിൻ്റെയും ചിലവൊക്കെ പാടെ സഹിച്ചിട്ട് ആ സാധു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റുക. ഈടെ ആ കുട്ടിയുടെ ഒരു ബന്ധുവിനെ വിളിച്ചു, നിങ്ങൾ ചെല്ലാത്തോണ്ടല്ലേ CID പൊക്കി നല്ല ഇടിയിട്ടീന്ന്. ഞാൻ പറഞ്ഞു അതുകൊണ്ടെങ്കിലും നന്നാവോ നോക്ക്, എനിക്കെന്തായാലും അപ്പണി പറ്റൂലല്ലോ അവിടെ വന്നിട്ട്. താമരശ്ശേരിയുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു, മൂപ്പര ജ്യേഷ്ഠൻ്റെ മോൻ ഭയങ്കരമായി MDMA-യുടെ അഡിക്റ്റായി, ഒന്ന് വന്നിട്ട് വയലറിന് കൊടുക്കണം, ദയവ് ഇത് വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അവനതൊന്നും കേൾക്കൂല, ഉൾക്കൊള്ളൂല്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിക്കണം, ഇപ്പോൾ നല്ല ഉഷാറായിക്കണം. എന്തേന്ന് ചോദിച്ചു. ഞങ്ങൾ അവനെ വീട്ടിലിട്ട് അടച്ചു, പുറത്തേക്ക് വിടൂല. ഒരു 1.5 ആഴ്ച കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയണതൊക്കെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനിയൊന്ന് വരണം എന്ന് വായിച്ച് മനസ്സിലാക്കിയ വിവരം വെച്ച് ഞാൻ അയാളോട് ചോദിച്ചു, അവൻ ശരിക്കും MDMA ഉപയോഗിക്കാറുണ്ടോ? ആ ഉണ്ട്. അത് 24 മണിക്കൂറായിട്ട് കിട്ടിയില്ലെങ്കിൽ അവന് വയലൻ്റ് ആവാറുണ്ടോ? ശരിക്കും ഉണ്ട്. അവൻ കത്തിയെടുത്ത് കുത്താനൊക്കെ നോക്കലുണ്ട്. ഇപ്പം നിങ്ങളവിടെ പിടിച്ചു വെച്ചിട്ട് 1.5 ആഴ്ചയായിട്ട് ഇതുവരെ അവനൊരു പ്രശ്നമല്ലേ? ഒരു പ്രശ്നമല്ല. ഇപ്പം നമ്മൾ പറയണൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കുട്ടി, എപ്പോഴും നിരന്തരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന്. അപ്പം അയാൾ എന്നോട് ചൂടാകാൻ ശ്രമിച്ചു, വെറുതെ തോന്നിയാസം പറയണമെന്നുള്ള എനിക്ക്. ഞാൻ പറഞ്ഞു തോന്നിയാസം പറയല്ല, അവിടെ ആരെങ്കിലും അവനെ സന്ദർശിക്കാൻ വരാറുണ്ടോ എന്ന് ചോദിച്ചു. അവൻ്റെ കൂട്ടുകാരൊക്കെ വരാറുണ്ട്. ആ എന്നാലേ അവരൊന്ന് വീക്ഷിച്ചാൽ മതി, എന്താ അപ്പം സൈലൻ്റ് ആയതെന്ന് മനസ്സിലാവുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നുണ്ടോ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേരും പറഞ്ഞിട്ട്, അവൻ എന്നും വരും, എല്ലാ ദിവസവും MDMA കൊടുക്കും, അങ്ങനെ അവൻ ഞങ്ങളെ പറ്റിക്കായിരുന്നു എന്നും പറഞ്ഞാണ്ട്. ഒരൊറ്റ ടൂറ് കൊണ്ട് നമ്മുടെ കുട്ടി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഇതിലൊരു തർക്കമില്ല കേട്ടോ. സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലുകൾ നടക്കും, വിവിധ പരിപാടികൾ നടക്കും, സംഘടനക്കാരുടെ ഗാനമേളകളൊക്കെ നടക്കും. ഗാനമേളൊക്കെ വിജയിച്ചു എന്ന് തീരുമാനമാവണമെന്നുണ്ടെങ്കിൽ അവിടെ ട്യൂബ് അടിച്ചു പൊട്ടിക്കണം, കസാര കൊണ്ട് ഏറ് നടക്കണം, എന്നെങ്കിലേ ഗാനമേളൊക്കെ ഒന്നിട്ട് നടന്നു എന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ ഗാനമേളക്കൊരു മയനുണ്ടാവില്ല. ഇതിനിടയിൽ കുറേ കുട്ടികൾ മയക്കുമരുന്നിൻ്റെ അഡിക്റ്റുകളാവും. നമ്മുടെ ജില്ലയിലാണ് 8 യൂണിഫോമുമായിട്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. യൂണിഫോമിൻ്റെ കച്ചവടമല്ല, ഓരോ സ്കൂളിലേക്കും പോകുമ്പോൾ അവിടുത്തെ യൂണിഫോം ഇടുവാൻ.
എന്നിട്ട് അവിടെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യും. അടുത്ത സ്കൂളിൽ ചെല്ലും, അവിടുത്തെ യൂണിഫോം ഇടും, അല്ലെങ്കിൽ അവൻ പിടിക്കപ്പെടും. അധ്യാപകർക്ക് പരിമിതിയുണ്ട്, മദ്രസ ഉസ്താദുമാർക്ക് വലിയ പരിമിതിയുണ്ട്. കുട്ടികളെ രൂക്ഷമായി 10-12 സെക്കൻഡ് നോക്കുന്നത് പോലും പോക്സോ വകുപ്പപ്പെടും. ഏതെങ്കിലും ഒരു കുട്ടി 1098 ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകൻ ചിലപ്പോൾ 60 കൊല്ലത്തിന് ജയിലിലാകും. 60 കൊല്ലോ 120 കൊല്ലോ ജയിലിലാവണതല്ല പ്രശ്നം. പേപ്പറിലൊക്കെ വരെ പീഡനം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. അദ്ദേഹം നടത്തിയ പീഡനം എന്തായിരിക്കും? മോനെ മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് ഒരു ഉപദേശം കൊടുത്തതായിരിക്കും. അത് മാനസിക പീഡനമാണ്. പക്ഷെ പുറത്തു വരെ പീഡനം എന്നായിരിക്കും. അതോടുകൂടെ വൃത്തികെട്ട കമൻറ്റുകൾ കൊണ്ട് ആ അധ്യാപകൻ്റെ കുടുംബത്തെ തന്നെ നശിപ്പിച്ച് കളയും. കഴിഞ്ഞ റമദാനിലാണ് 3 വയസ്സായ മദ്രസ ഉസ്താദുമാർ അറസ്റ്റിലായത്. അതിലൊന്ന് സയ്യിദ് കൂടെയായിരുന്നു. പീഡനം എന്ന് പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വെണ്ടയ്ക്കായിട്ട് വന്നു. ആ പാവപ്പെട്ടവരെ എത്രയാൾ പരിഹസിച്ചു, എത്രയാൾ തോന്നിവാസം പറഞ്ഞു. വയസ്സുകാലത്തായിട്ടും കാക്കാമാരുടെ ഒരു ആക്രാന്തം എന്നൊക്കെ എത്രയാൾ കമൻ്റ് ചെയ്തു. സംഭവിച്ചെന്തായിരുന്നു? ഒരു വൃത്തികെട്ട വിദേഹത്തുകാരി ടീച്ചർ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന അവിടെ വെച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഉസ്താദുമാരിങ്ങളൊന്നും കാട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഉസ്താദ് നുള്ളിയിട്ടുണ്ട്, ഒരു ഉസ്താദ് തല്ലിയിട്ടുണ്ട്, ഒരു ഉസ്താദ് പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയിപ്പിച്ചതാണ് ഈ കുട്ടികളെ കൊണ്ട്. ഇതാണ് ഈ പീഡനം. ശരിക്ക് വേണ്ടത് അവളത് ഹെഡ്മാഷിക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അവൾ അതല്ല ചെയ്തത്. അവളുടെ ഭർത്താവാകുന്ന മൗലവിക്ക് വിളിച്ചു. മൗലവി അയാളുടെ കൂട്ടുകാരൻ പോലീസുകാരനെ വിളിച്ചു. പോലീസുകാർ വന്ന് കൊണ്ടുപോയിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാർ അറിയണത് ഒരു പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായതെന്ന്. അവർ പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായതെന്ന് അവരറിയണത് പോലും, അവരുടെ കുടുംബം അറിയണത് പോലും പേപ്പറിൽ പീഡനം എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും. വലിയ പരിമിതിയിലാണ് അവർ ഈ സംഗതിയൊക്കെ ചെയ്യുന്നത്. ഉസ്താദന്മാരെല്ലാവരും ഒരു പരിധി വരെ സ്കൂളിൽ അധ്യാപകന്മാരും ടീച്ചർമാരും അവർക്കുണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ. പിന്നെ കുട്ടികളെ നന്നായിരിക്കണം എന്നൊരു നിയമമൊന്നും ഇല്ലാത്തത് കൊണ്ടും പോഷൻ തീർത്തങ്ങനെ പോയാൽ കൃത്യമായി ശമ്പളം ബാങ്കിൽ വരുന്നതുകൊണ്ടും അതിൽ കുറേ ആളുകൾക്കൊക്കെ ഇഖ്ലാസ് ഉണ്ടാവില്ല. അവരുടെ മാത്രം കുറ്റമല്ല അത്. കാരണം ഇഖ്ലാസ് കാട്ടാൻ നിന്നാൽ ജോലി പോകും, ജയിലിലാകും. ഖുർആനോത്ത് മദ്രസിൽ പഠിച്ച കുട്ടി മദ്രസ് നിർത്തിയാലും ഒരു 4 പേജ് ഓതിപ്പിക്കണമെന്ന് ഇഷ്ടമുള്ള ഉസ്താദുമാർ തന്നെയുമായ എത്ര രക്ഷിതാക്കൾ ഇതിലുണ്ടാവും എന്നുള്ളതൊന്ന് വെറുതെ ആലോചിക്കണം. നമ്മൾ സ്വയം വിലയിരുത്തി മതി, കയ്യൊന്തിക്കൊന്നും വേണ്ട വരും. എന്നിട്ട് ഒരക്ഷരം ഓതാൻ കഴിയാതെ തപ്പി തടഞ്ഞ് ഗട്ടറൈസറുടെ റോഡുമ്പോൾ കൂടെ വണ്ടി എടുക്കണ മാതിരി ക്ലച്ച് ചവിട്ടി മറിച്ച് ഫസ്റ്റ് കിട്ട് ഇങ്ങനെ പോണം ഖുർആനോത്ത്. നമ്മളൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ്. നമ്മളും പണ്ട് മദ്രസയിലുണ്ടായിരുന്നല്ല. റജബാണ് വന്നത്. കഴിഞ്ഞ റമദാനിൽ മുസാഫ് എടുത്തുവെച്ച വീട് പോലും ഉണ്ടാവും. ഉമാനരാവുന്ന സുലൈമാൻ ഉസ്താദിനോട് എന്താ മദ്രസയിലൊക്കെ പഠിച്ചിട്ടും കുട്ടികൾക്ക് ഇങ്ങനെ ഈ ദീനീപരമായ ചിട്ടൊന്നും ഇല്ലാത്തൊന്നൊരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചത് ഓർക്കുകയാണ്. ഇടക്കിടക്ക് ഇന്റർവ്യൂവിന് പോയിട്ട് ഉസ്താദിനെ ഇന്റർവ്യൂവിൽ ഇരുന്ന് വിളിക്കുന്നു. ചിലപ്പോൾ അങ്ങനെ വിളിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേര് വിളിക്കും. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയാണ്, ഈ ചെറിയ കുട്ടിയാകുമ്പോഴത്തേന് ഈമാൻ ഇസ്ലാം പോലെ ഉള്ളിക്ക് കുത്തിക്കയറ്റണം, അല്ലാതെ വേറൊരു രക്ഷയില്ലാന്ന്. കുറേ കാലം ആലോചിച്ചു, എനിക്ക് മനസ്സിലായി വേറൊരു മാർഗ്ഗം ഇതിനില്ലാന്ന്. 10 വയസ്സ് വരെ കുട്ടിയല്ലേ എന്നും പറഞ്ഞിട്ട് നടത്തി നമ്മൾ, അല്ലെങ്കിൽ 15 വയസ്സ് വരെ കുട്ടിയല്ലേ എന്നും പറഞ്ഞ് വേണ്ട വിധം ഒന്നും നിയന്ത്രിക്കാതെ വിട്ടു നമ്മൾ. പിന്നെ 11-ാം വയസ്സിലും 16-ാം വയസ്സിലും കുട്ടി നമ്മൾ കരുതിയമാതിരി നന്നാവുമെന്നാണ് വിചാരം. ഒരിക്കലുമില്ല. ചിലപ്പോൾ പർദ്ദൊക്കെ ഇട്ട് പോയിട്ടുണ്ടാവും. വഴിയിൽ എവിടെയെങ്കിലും ഒരു ഇടുങ്ങിയ സ്ഥലത്തും വെച്ചിട്ട് ഇതൊക്കെ ഊരിയിട്ട് അവൾ അവളുടേതായ മൗലിക വേഷം ധരിച്ചിട്ടുണ്ടാവും. നേരെ മറിച്ച് ചെറുപ്പം മുതൽ ദീൻ ഉള്ളിലേക്ക് കയറിയ ഒരു കുട്ടിയാണെങ്കിൽ ഏത് ഹോസ്റ്റലിൽ പോയാലും ഏത് യാത്ര ചെയ്താലും അവൾ ദീനിൻ്റെ ചിട്ടകളിൽ നിന്ന് മാറുകയേയില്ല. ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല. മദ്രസയിലെ ഉസ്താദന്മാർക്ക്, ദറസിലെ ഉസ്താദന്മാർക്ക് നമ്മളെ വീട്ടിൽ വന്നിട്ട് കക്കൂസിൻ്റെ മുന്നിൽ ഒരു ബെഞ്ചും കസാരയൊക്കെ ഇട്ടിട്ട് ഏതൊക്കെ കുട്ടിയാണ് കക്കൂസൊക്കെ കയറുമ്പോൾ ദീന് പാലിക്കണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ? തല പറിച്ചിക്കണം. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളുണ്ടാവും നമ്മുടെയൊക്കെ വീട്ടിൽ, ഈ ഉമ്മമാരുടെ വീട്ടിലൊക്കെ എന്തായാലും ഉണ്ടാവും. ആ കുട്ടി കക്കൂസിലേക്ക് കയറുന്ന സമയത്ത് ഇടതുകാല് മുന്നിൽ വെക്കണമെന്ന് പഠിക്കുകയും ആ ചോദ്യത്തിന് 100% മാർക്ക് നേടുകയും ചെയ്ത കുട്ടിയായിരിക്കും. പക്ഷെ അവൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് നടത്തേണ്ടത് ആരാണ്? ചെറുപ്പം മുതൽ കുട്ടികളുടെ ഉള്ളിലേക്ക് ഈമാനും ഇസ്ലാമും കുത്തിവെക്കേണ്ടത് ആരാണ്? രക്ഷിതാക്കൾ മാത്രമാണ്, പ്രത്യേകിച്ച് ഉമ്മമാർ. ഞാനൊരു പുരുഷ മേധാവിത്വം പറയാനല്ല. പാപ്പന്മാർ പലപ്പോഴും പുറത്തായിരിക്കും,
ഉസ്താദുമാരാണെങ്കിൽ തന്നെ ഇപ്പോൾ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ആയിരിക്കും വരിക. എപ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കാനും കുട്ടികളുടെ കാര്യം നിയന്ത്രിക്കാനുമുള്ളവർ ഉമ്മമാരാണ്. ആ ഉമ്മമാർക്ക് ദീനീപരമായ സ്പിരിറ്റ് ഉണ്ടായാൽ ആ വീട് നന്നാവും, ആ കുട്ടി നന്നാവും. ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടുണരണം കുട്ടികൾ. ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ടുണരണം പെൺകുട്ടികൾ. ഉമ്മയുടെ നല്ല ശൈലികൾ പഠിക്കാനാവണം കുട്ടികൾക്ക്. അങ്ങനത്തെ ഉമ്മ കൂടുതൽ വഴുത് പറയേണ്ടി വരൂല. ഒമാന്യരാവുന്ന ഓക്കസ്ത അത് വല്ലാതൊന്നും വഴുത് പറഞ്ഞിട്ടില്ല എന്നാണ് വായിച്ച അനുഭവം, കേട്ട അനുഭവം. ഒരു വേദിയിൽ ഉഗ്രമായൊരു പ്രഭാഷണം അവിടുന്ന് നടത്തിയത് നമ്മുടെ പരിചയത്തിലില്ല. മുതഅല്ലിമീങ്ങളോടും ഗൗരവത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ഉപദേശിച്ച ശീലമില്ല. കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾ പറഞ്ഞാൽ മതി. ആ വർത്താനം കൊണ്ട് 300-400 കുട്ടികളുള്ള ദർസ് ശാന്താവും. ഈടെ ഉസ്താദിന്റെ പേരിൽ ഇറങ്ങിയ പുസ്തകം എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ പേജുകൾ, ഏകദേശം അവസാന പേജ് വരെ ഞാനും കൂടിയിട്ടുണ്ട്. അന്ന് പഠിച്ച കുറേ ഉസ്താദിന്റെ സ്വഭാവ രീതികളുണ്ട്. വലിയ മൂലിയരട്ടികളൊക്കെ അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്ന് സെക്രട്ടറി വന്ന് ഉസ്താദിനോട് കംപ്ലൈന്റ് പറയുന്ന ഒരു രംഗമുണ്ട് അതിൽ പറയുന്നത്. സെക്രട്ടറി വിചാരിച്ചു കാണും കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഉസ്താദ് 4 പൊട്ടിക്കും, നന്നായിട്ട് വഴക്ക് പറയുന്നു. ഉസ്താദ് പറഞ്ഞത് ഓലൊക്കെ വലിയ കുട്ടികളല്ലേ, അദ്ദാദിന്റെ മഹത്വം ഓൽക്ക് അറിയായിരിക്കുമല്ലോ. 2 രീതിയിലാണ് അത് പ്രതിഫലിക്കുക. സെക്രട്ടറിക്ക് മനസ്സിലായി അതൊക്കെ അറിയാതിരിക്കുമല്ലോ, പിന്നെ അവർ പോണത് വേറെന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും, ദൂരക്ക് പോകേണ്ടി വരും. 100-300 കുട്ടികൾ പഠിക്കുമ്പോൾ ചിലവീട് കുറേ ദൂരമായിരിക്കും. പോലെ ചെല്ലണുണ്ടാവും പോണ പോക്കിലും വരുന്ന വരവിലും ഒക്കെ. മുത്തല്ലിമീങ്ങൾക്ക് വല്ലാത്ത പാടായി. ഇതുവരെ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഓരൊക്കെ വലിയ കുട്ടികളല്ലേ, ഓർക്ക് അദ്ദാദിന്റെ ഫളലൊക്കെ അറിയായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ പടച്ചോനെ നമ്മളിഞ്ഞ് ചെല്ലാതെ പാടില്ല എന്ന് ആരെങ്കിലും അബദ്ധവശാൽ ചെല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ബോധത്തിൽ വരുന്നു. പിന്നെ ആ ദർസിൽ കുറേ വഴതിൻ്റെ ആവശ്യമില്ല, ചൂരിൽ പൊട്ടോളം അടിൻ്റെ കാര്യമില്ല. കുറേ സൂഫി പണ്ഡിതന്മാരുടെ ദഅവത്ത് അങ്ങനെയായിരുന്നു. തോമസ് ആൾനേഡിൻ്റെ ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അയാൾ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്. പക്ഷെ ഇസ്ലാമിന്റെ പ്രബോധനവും പ്രചാരണവും വസ്തുനിഷ്ഠമായി പഠിച്ചപ്പോൾ അയാൾക്ക് തോന്നി ഈ എല്ലാവരും പറയണ മാതിരി പൊള്ളല്ല സംഗതി. വാളും പിടിച്ചിട്ട് കേരള ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞ് കയറ്റിയതല്ല, പിന്നെ മുസ്ലിം നായകന്മാരുടെ വിശുദ്ധ ജീവിതവും അവരുടെ ദീനി പ്രതിപത്തിയും കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നത് എന്ന് അദ്ദേഹം വലിയ തടിച്ച പുസ്തകം ഉണ്ടാക്കി, ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രബോധനം. ഇതെങ്ങനെ സംഭവിച്ചു? സൂഫി പണ്ഡിതന്മാരുടെ വിശുദ്ധ ജീവിതം കൊണ്ട് സംഭവിച്ചു. ഇസ്ലാം എന്താണെന്ന് അവർ കാണിച്ചു കൊടുത്തു. ചില മഹാന്മാർ, പൂർവികരാകുന്ന മഹാന്മാരുടെ കാലിനടിയിൽ ചെരുപ്പിന് ചുവട്ടിൽ കുതിരച്ചാണകമാകുന്നത് കൊണ്ടൊരു കുടുംബവും ഒരു ഖബീല മൊത്തം ഇസ്ലാമിലേക്ക് വരുന്ന അനുഭവം പോലുണ്ട്. ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ, അവിടുത്തെ കാലിന്റെ മുതിയടിക്ക് താഴെ കുതിരന്റെ ചാണകമായി ചാണകത്ത് ചവിട്ടി. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചെയ്യണത് പോലെ ഒരു കല്ലിൽ ഇതിങ്ങനെ അടിച്ച് കുടഞ്ഞ് തെറിപ്പിക്കാൻ ശ്രമിച്ചു മഹാൻ. ഒരു കഷ്ണം ചാണകം അടുത്തുള്ള മജൂസിയുടെ മതിലിൽ പറ്റിപ്പിടിച്ചു. അബദ്ധവശാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ ചാണകം അയാളുടെ മതിലിൽ നിന്നൊരു കോലെടുത്തിട്ട് ചുരണ്ടിക്കളഞ്ഞു. ചാണകത്തോടൊപ്പം ഇത്തിരി മണലും മണ്ണും വീണുപോയി. അപ്പൊ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു തൻ്റെ സേവകരിൽപ്പെട്ട ഒരാളെ പറഞ്ഞയച്ചിട്ട് അയാളോടൊന്ന് വരാൻ പറയുമെന്ന് പറയാണ്. ഈ മജൂസി ആണെങ്കിലോ അബൂ ഹനീഫ തങ്ങളിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് കുറേ ഡേറ്റ് തെറ്റിച്ചിട്ട് മുങ്ങി നടക്കുന്ന ഒരാളായിരുന്നു. മൂപ്പര് പേടിച്ചു, പരിവാര സമേതം വന്ന് അബൂ ഹനീഫ ഇമാം എൻ്റെ പൈസ തിരിച്ചു വാങ്ങി എന്തൊക്കെയോ ചെയ്യാൻ വന്നതാണെന്ന് ഇയാൾ പേടിച്ചു. ഇനി രക്ഷൊന്നുമില്ല, വല്ല ചെന്നു വല്ല ഉദുറും പറയാൻ നിർത്തിയിട്ട് അയാളങ്ങനെ പതുങ്ങി വന്ന് അബൂ ഹനീഫ തങ്ങളോട് ഞാൻ പിന്നെ ഒരു പൈസ പിന്നെ അപ്പത്തിന് മോളെ ആശുപത്രി ഒരു മകളെ പ്രസവം എന്നൊക്കെ പറയാൻ വന്നതായിരിക്കും മൂപ്പര്. അബൂ ഹനീഫ പറഞ്ഞു അതൊന്നുമല്ല പ്രശ്നം, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. ആ മനുഷ്യൻ അവിടെ നിന്ന് വേർക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ നിന്നിട്ട് വിഷമിക്കുകയാണ്. ഞാൻ പൈസ കൊടുക്കാനുള്ളതും പലപ്പോഴും പറ്റിച്ചു മുങ്ങിയതൊന്നുമല്ല ഇപ്പം മൂപ്പര പ്രശ്നം. ഇത്തിരി ചാണകം എൻ്റെ മതിലുമായിട്ട് അത് മാന്തിക്കളഞ്ഞ സമയത്ത് ഇത്തിരി മണ്ണ് വീണു പോയതാണ്. ഈ ഒരു വിശുദ്ധിയിലേക്ക് മഹാത്മാവിനെ നയിച്ചൊരു ആദർശം ഉണ്ടല്ലോ,
അദ്ദേഹം അവിടെ വെച്ച് ഇമാം അബൂ ഹനീഫ കൂഫി തങ്ങളുടെ കൈപിടിച്ച് ഇസ്ലാമിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വരുന്നു, മാതാപിതാക്കൾ വരുന്നു, സേവകന്മാർ വരുന്നു, പണിക്കാർ വരുന്നു. ഒരു സംഘം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ ചെരുപ്പിന് ചുവട്ടിൽ ചാണകമായതുകൊണ്ട് അതിന് അബൂ ഹനീഫ ഇമാം തങ്ങളവിടെ 4 ദിവസത്തെ വാഴ്ന്നു വെച്ചു, 2 ദിവസത്തെ ഖണ്ഡനം വെച്ചു, അവസാനം സമാപനമായിട്ടൊരു വമ്പിച്ച സംവാദം മുഖാമുഖമൊക്കെ വെച്ചോ. അതൊന്നും മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയണത്. കുഞ്ഞു വർത്താനം, ചെറിയ ചെറിയ പ്രവർത്തനം, അതുകൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അബൂ ഹനീഫ മരണപ്പെട്ടിട്ട് 10 ലക്ഷമാണോ 12 ലക്ഷമാണോ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് ചരിത്രത്തിൽ ചെറിയ തർക്കം നടക്കുന്നുണ്ട്. 10 ലക്ഷം ആളുകൾ വാട്സാപ്പിൽ വന്നിട്ടില്ല ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി അന്തരിച്ചു, വഫാത്തായി, മരണപ്പെട്ടു എന്നും പറഞ്ഞിട്ട്. ഇന്ന സമയത്ത് മയ്യത്തെടുക്കുന്നു പറഞ്ഞ ഓട്ടോറിക്ഷയിലൂടെ അനൗൺസ് ചെയ്ത് പോയിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് വികസിച്ചിട്ടേ ഇല്ല. കാതോട് കാതോരം ആ ദുഃഖവാർത്ത പടർന്നു പിടിച്ചു. കേട്ടവർ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ ജനാസ സംസ്കരണത്തിന് അപ്പോഴേ പുറപ്പെട്ടു. മഹാലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മഹാത്മാവിന്റെ ചൈതന്യം ക്രിസ്ത്യാനികൾക്കൊക്കെ മനസ്സിലായി. 10,000-കണക്കിന് ആളുകൾ അബൂ ഹനീഫ തങ്ങൾ മരിച്ചു കിടക്കുന്നിടത്ത് ആള് കൂടിയത് കണ്ട് ഇസ്ലാമിലേക്ക് വന്നു. ഈ ഒരു ജീവിതം മാതാപിതാക്കൾക്ക് സാധ്യമാണെങ്കിൽ അബൂ ഹനീഫ ഇമാം തങ്ങളെ പോലത്തെ വലിയ ആലിമാവണമെന്നൊന്നുമല്ല. രാജാക്കന്മാർ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചവരുണ്ട്. കാക്കിദ് തങ്ങൾ മരിച്ചു, അവിടുന്ന് വസിയത്ത് ചെയ്തിരുന്നു, എൻ്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് 40 വർഷം സുബഹിയുടെ ഫസ്റ്റ് ജമാഅത്ത് പള്ളിയിൽ വെച്ച് ഖളാ ആകാതെ നിസ്കരിച്ച ആളാണ് എന്ന്. വല്ലാത്തൊരു ടാസ്ക്കാണ്. 40 വർഷം സുബഹിയുടെ ജമാഅത്ത് പള്ളിയിൽ പോയിട്ട് 1-ാം ഘട്ടത്തിൽ നിസ്കരിച്ച ആളാവണം എൻ്റെ മയ്യത്തിന് ഇമാമ് നിൽക്കേണ്ടത്. വലിയ വലിയ ശിഷ്യന്മാരുണ്ട്, സൂഫി പ്രമുഖരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, മഹത്തുക്കളുണ്ട്. മയ്യത്ത് നിസ്കരിക്കേണ്ട സമയപ്പോൾ എല്ലാവരും മെല്ലെ മെല്ലെ ബാക്കിലേക്ക് നിന്നു. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. 40 വർഷം ദീർഘമായൊരു പീരീഡാണ്. ശരിക്കും വിചാരിച്ചാൽ മനുഷ്യ സഹജമല്ലെന്ന് നമുക്ക് തോന്നും. ആരും ഇമാമത്തിക്കാനില്ല, മയ്യത്ത് അവിടെ അങ്ങനെ വെച്ചിരിക്കണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരാൾ വന്നു, ഉൽത്തുമിഷ് രാജാവ്, ഞാനും എൻ്റെ റബ്ബും മാത്രം ഉണ്ടായിരുന്ന ഒരു സ്വകാര്യം ഇതാ പരസ്യമാകാൻ പോകുന്നു. അദ്ദേഹം ഇമാമത്ത് നിന്നിട്ട് മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നു. 40 വർഷം സുബഹിയുടെ 1-ാം വഖത്തിലെ 1-ാമത്തെ ജമാഅത്ത് പള്ളിയിൽ നിന്ന് മുടക്കാത്ത രാജാവ്. ഫാത്തിഹുൽ ഹിന്ദ് എന്നാണ് ദഹബി, ആഫിലുൽ ദഹബി സിയറിൽ മഹാനായ മുഹമ്മദുൽ ഗസ്നിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വലാത്തുൽ ഗസ്നവിയ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഒന്ന് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് വെറുതെ സെർച്ച് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് കിട്ടും. സ്വലാത്തുൽ ഗസ്നവിയ. അദ്ദേഹം സ്വലാത്തു ചൊല്ലി പള്ളിയിൽ ഇരുന്ന് ഉച്ച കഴിഞ്ഞ് ളുഹ്ർ നിസ്കരിച്ചേ പൊരുള്ളൂ എന്ന് വന്നപ്പോൾ ഭരണം താറുമാറാവാൻ തുടങ്ങി. സ്വലാത്തിനെ പ്രണയിച്ച് നബിതങ്ങളെ ഇഷ്ടപ്പെട്ട് സ്വലാത്തു ചൊല്ലി അങ്ങനെ ഇരിക്കും മുഹമ്മദുൽ ഗസ്നി. ഭരണം ഡിസോർഡറായി. ഒരു പള്ളിയിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ ളുഹ്ർ കഴിയണം, സുബഹിന്റെ മുന്നേ പോയിട്ട്. ആ ഘട്ടത്തിലാണ് മഹാനുഭാവൻ അള്ളാഹിന്റെ റസൂലിനെ സ്വപ്നം കാണുന്നതും റസൂൽ തങ്ങൾ ഈ ഒരു സ്വലാത്ത് നിർദ്ദേശിക്കുന്നതും. കുറേ ചൊല്ലി സമയം കളയേണ്ട, ഇത് ചൊല്ലിയാൽ മതി, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയതിന്റെ പുണ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുന്നതും. അപ്പൊ വലിയ ആലിം നിരയിൽ ശ്രദ്ധേയരായവരാവണം എന്നൊന്നുമില്ല ദീനിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ഉഷാറാവാൻ. അതിനാണ് ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മൾ കരുതിയതുപോലെ നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മാതൃകായോഗ്യരാവും. നമ്മുടെ മുത്താലിമീങ്ങളുടെ ദർസിലെ ചിട്ട നമ്മൾ അന്വേഷിച്ച് പഠിക്കണം. വീട്ടിലെത്തുമ്പോഴും അവർ അവ്വിധം തന്നെ നടത്തണം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ദർസിൽ ലീവിന് വീട്ടിൽ കുട്ടി വരുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാത്ത സുഖം അനുഭവിക്കാൻ പറ്റൂല. അതൊരു സുഖമൊന്നുമല്ല, നല്ല മുത്താലിങ്ങൾക്ക് അത് സുഖമായിട്ട് തോന്നൂല. അപ്പം എന്ത് ചെയ്യണം? മാതാവും പിതാവും നേരത്തെ എണീക്കണം, അവരെ നിസ്കാരം കഴിഞ്ഞിട്ട് മൂല്യത്തിനെ വിളിച്ചുണർത്തണം. അപ്പോൾ വീട്ടിലിങ്ങനെ നിന്നാൽ കുറച്ചും കൂടി പോച്ച് കിടക്കാന്നുള്ള വിചാരം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും മുങ്ങണം, ഞാനിവിടെ കുടുങ്ങിപ്പോയി എന്ന് തോന്നൂല.
വീട്ടിൽ പോയാലും ഇതൊക്കെ തന്നെയെന്ന് അവന് മനസ്സിലാവും. നമ്മുടെ വിശുദ്ധി എത്രയുണ്ടോ അത്രക്ക് നമ്മുടെ മക്കളും വിശുദ്ധരാകും. നമ്മൾ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ മൊബൈൽ കളിച്ചുകൊണ്ട് അടുത്ത ചാളിയടാ ഫോൺ എന്ന് പറഞ്ഞാൽ എന്തായാലും കാര്യമുള്ളത്. നമ്മുടെ കുട്ടികളൊക്കെ കൊറോണയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ അഡിക്റ്റുകളായത്. ചില വിദേശ രാജ്യങ്ങൾ ബുദ്ധിയുള്ള ടീംസൊക്കെ അത് തിരിച്ചറിയുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ആഴ്ച നിയമം വന്നു, ഓൺലൈൻ ക്ലാസ് വിരോധിച്ചുകൊണ്ട്. ഓൺലൈൻ ക്ലാസ്സിന് പാടില്ല എന്ന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കഴിഞ്ഞ ആഴ്ചയിൽ നിയമം പുറപ്പെടുവിച്ചു. അവർക്കറിയാം അതിൽ ക്ലാസ് അല്ല നടക്കുന്നത്. ഇനി കൊറോണ പോലത്തെ വല്ല വിപത്തും ഉണ്ടായിട്ട് കൂടിച്ചേരാൻ പറ്റാതെ വരികയാണെങ്കിൽ ദേശീയ ടെലിവിഷനിലൂടെ ക്ലാസ് എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടി വിയിൽ ഇങ്ങനെ എത്ര സമയത്ത് 8ാം ക്ലാസ്സിലെ ബയോളജി, ഇത്ര സമയം മുതൽ ഇത്ര വരെ 10ാം ക്ലാസ്സിലെ മാത്സ്, അങ്ങനെ കണക്ക് വരും. അങ്ങനെ ദേശീയ ടെലിവിഷനിലൂടെ ആവണം ക്ലാസ് എടുക്കേണ്ടത് എന്നാണ്, അല്ലാതെ മൊബൈലിലല്ല. അവിടെ കുട്ടികളൊക്കെ ഇതിൻ്റെ അഡിക്റ്റ് ആയത് അതിന് ശേഷമാണ്. അംബാനി ജിയോ ആയിട്ട് വന്നു. 3 മാസം ആദ്യം നെറ്റ് ഫുൾ സൗജന്യം കൊടുത്തു. 1 GB ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 300-400 രൂപ എടുത്തിരുന്ന കാലത്ത്, ഒന്നും ഡൗൺലോഡ് ചെയ്യാതെ ഇങ്ങനെ പോയിരുന്ന കാലത്ത് വാരിക്കോരി കൊടുത്തു. കണക്കില്ലാത്ത GB 3 മാസം. ആ 3 മാസം അയാൾ 3 മാസം കൂടി നീട്ടി. പിന്നെയും ചില മാസങ്ങൾ അയാൾ നീട്ടിക്കൊടുത്തു. അതോടുകൂടെ നെറ്റില്ലാത്ത ജീവിതം സാധ്യമല്ലാത്ത രീതിയിലേക്ക് മനുഷ്യരെല്ലാവരും മാറി. പിന്നെ പൈസ വാങ്ങൽ തുടങ്ങി. അപ്പം എത്ര പൈസ കൊടുത്താലും, 48 ദിവസത്തിന് 800 കൊടുത്താലും 90 ദിവസത്തിന് 1000 ചില്ലാൻ കൊടുത്താലും ഒരു പ്രശ്നമില്ലാത്ത വിധം നമ്മളതിൻ്റെ അഡിക്റ്റുകളായി മാറി.